MCO 15 നാലാമത്തെ യൂണിറ്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഇൻ ഇന്ത്യ. നമുക്കറിയാം, ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്പോർട്ടിനേക്കാൾ കൂടുതൽ എക്സ്പോർട്ടുള്ള കമ്പനിയാണ് ശരിക്കും ഒരു ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് എക്കണോമി എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. കാരണം എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് വിദേശ വരുമാനങ്ങൾ രാജ്യത്തിലേക്ക് എത്തുന്നത്. വിദേശത്തുള്ള വരുമാനങ്ങൾ രാജ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാജ്യത്ത് വളർച്ച കൂടുകയുള്ളൂ. ഇന്ത്യ ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. എക്സ്പോർട്ടിൻ്റെ വിഷയത്തിൽ ഇന്ത്യക്ക് ഇപ്പോഴും ഒരു 18th റാങ്കാണുള്ളത്. 2019 കണക്കനുസരിച്ച് ടോപ്പ് എക്സ്പോർട്ടിംഗ് കൺട്രീസിൽ 18ാമത്തെ റാങ്കിലാണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യ ഇപ്പോഴും എക്സ്പോർട്ടിങ്ങിൻ്റെ ആ ഒരു ഹൈ ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും വലിയ മോശമില്ലാത്ത രൂപത്തിലുണ്ട്. അതിന് കാരണം താഴെ പറയുന്ന കുറഞ്ഞ കാര്യങ്ങൾ, കുറച്ച് മെഷേഴ്സ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത്. എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ ഒരുപോലത്തെ സംഗതികളെ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണ്, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്, എക്സ്പോർട്ട് പ്രൊമോഷൻ ഇൻഡസ്ട്രിയൽ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 14 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, എക്സാമിന് ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള വിഷയമാണത്. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഇന്ത്യ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, മെഷേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് ഓരോന്ന് വേഗം ഒന്ന് പറഞ്ഞു പോവാം. എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണ്, അതുപോലെ ഇനിയും സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇങ്ങനെ കുറേ സോണുകൾ നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് ഒരു പ്രത്യേക ഒരു ഏരിയ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാണ്. പ്രധാനമായിട്ടും സീ പോർട്ടിൻ്റെ, എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്ത് ഒരു പ്രത്യേക ഏരിയ വെച്ചിട്ട് അവർക്കുള്ള എല്ലാ ഫെസിലിറ്റികളും, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൊടുക്കുകയാണ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും, വെയർഹൗസും, പവർ സപ്ലൈ എല്ലാം കൊടുത്തിട്ട് ഒരു എക്സ്പോർട്ട് സോൺ ഉണ്ടാക്കണം. അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഓൾമോസ്റ്റ് എല്ലാം അല്ലെങ്കിൽ ഏകദേശവും എക്സ്പോർട്ടിന് ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കും. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സോൺ ഉണ്ടാക്കി കൊടുക്കുകയാണ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ. എക്സ്പോർട്ട് സോണിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എല്ലാ പ്രൊഡക്റ്റുകളും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, ഇലക്ട്രിസിറ്റി, വാട്ടർ, ട്രാൻസ്പോർട്ട് എല്ലാം ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഒരു ഏരിയയാണ് ശരിക്കും എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ. ഇന്ത്യ അങ്ങനത്തെ ഒരു ഫസ്റ്റ് എക്സ്പോർട്ട് സോൺ ഉണ്ടാക്കിയത് കാണ്ട്ലയിലാണ്. ഫസ്റ്റ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ വരുന്നത്. ഇവിടെ സെറ്റ് ചെയ്യുന്ന യൂണിറ്റുകൾക്ക് ടാക്സിൻ്റെ എക്സംഷൻ ഉണ്ടാകും. അവരുടെ സ്പീഡി ക്ലിയറൻസ് ഓഫ് കസ്റ്റം ഫോർമാലിറ്റീസ് ഉണ്ടാകും. അതുപോലെ ഒരു എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എക്സ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒബ്ജക്റ്റുകൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്താണ് 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്. ഇതും ഈ ഒരു യൂണിറ്റുകൾക്ക് അവർക്ക് 100% തങ്ങളുടെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ടീമുകൾക്കാണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്കണോമിക് പ്രോസസ്സിംഗ് സോണിലോ അല്ലെങ്കിൽ ഇനിയും പല സോണുകളുണ്ട്. ഫ്രീ ട്രേഡ് സോണ്, സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇതിലെവിടെയും കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റ് ഉണ്ടാക്കാം. ഇതിനുള്ള പ്രത്യേകത, ഇവർക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ഇമ്പോർട്ട് ലൈസൻസൊക്കെ കംപ്ലീറ്റ് ഫ്രീ ആണ്. ലൈസൻസിങ് ഫോർമാലിറ്റീസ് ഒന്നും ഇവർക്കില്ല. അവർക്ക് ക്യാപിറ്റൽ ഗുഡ്സും റോ മെറ്റീരിയലും കോമ്പണൻറ്റുകളും എല്ലാ സ്പെയർ പാർട്സുകളും ഒക്കെ സിമ്പിളായിട്ട് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ടിന് എന്തിനാ വെച്ചാൽ അവർക്കൊരു ഓപ്പൺ ജനറൽ ലൈസൻസ് ഉണ്ടാവുക. അങ്ങനെ പ്രത്യേക ഓരോന്നിൻ്റെ ലൈസൻസ് ഒന്നും ആവശ്യമില്ല. സാധാരണ ഗതി നമുക്കിപ്പോൾ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് നടത്തണമെങ്കിൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് അതിൻ്റെ ലൈസൻസ് വേണം. ഇവർക്ക് അതുപോലത്തെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഒറ്റ ഈ ഒരു 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട്, നമ്മളങ്ങനെ ഒരു ഫേം ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റുകൾ കംപ്ലീറ്റ് എക്സ്പോർട്ട് ചെയ്യേണ്ടതായിരിക്കും. അടുത്തത് എക്സ്പോർട്ട് പ്രൊമോഷൻ ഇൻഡസ്ട്രിയൽ പാർക്ക് സ്കീം. അതായത് ഗവൺമെൻറ് പല സ്ഥലത്തും ഇൻഡസ്ട്രിയൽ പാർക്കുകൾ സ്ഥാപിക്കും. അതിലേക്ക് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓരോ ഏരിയകൾ സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് സെസ്സായിട്ട് തിരിക്കും. സെസ്സിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫറൻസ് നമ്മുടെ രാജ്യത്തുള്ള മറ്റു സ്ഥലത്തെ പോലെ അല്ല. സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് ഒരു ഏരിയ തീരുമാനിച്ചാൽ അവിടത്തേക്കുള്ള ട്രേഡ് ലോസുകളൊക്കെ, നിയമങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും.
പക്ഷേ അവിടെ ഉണ്ടാക്കുന്ന ഓൾ ദി പ്രൊഡക്ട്സ് യൂണിറ്റ് ലൊക്കേറ്റഡ് ഇൻ ദിസ് ഏരിയ പ്രൈമറിലി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ പോയിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ പ്രധാനമായിട്ടും എക്സ്പോർട്ടിനുള്ളവർക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം. മറ്റുള്ള സ്ഥലത്തെ പോലെയല്ല, അവിടെ നിയമങ്ങൾ നല്ല ഡിഫറൻസ് ആയിരിക്കണം. പ്രധാനമായിട്ടും നമ്മുടെ ടാക്സും ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ സെസ്സിലേക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈസി ഫിനാൻസ്, ടാക്സിൻ്റെ എക്സംഷൻ, കസ്റ്റം ഡ്യൂട്ടിൻ്റെ എക്സംഷൻ, പവർ സപ്ലൈ, റോ മെറ്റീരിയൽ, വാട്ടർ സപ്ലൈ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ നിലവിൽ 171 സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഇന്ത്യയിലുണ്ട്. പിന്നെ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു സ്പെഷ്യൽ ഒരു ഏരിയ ഗവൺമെൻറ് സെസ്സൊക്കെ തീരുമാനിക്കുകയാണ്. അവിടെ സെറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് പിന്നെ നിയമങ്ങൾ മറ്റു ഏരിയയിലുള്ള ചെറിയ ഡിഫറൻസ് കൊടുക്കണം. അതുകൊണ്ട് ഉദ്ദേശം എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതെ രൂപത്തിൽ ബിസിനസ് നടത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫീച്ചേഴ്സും പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് എക്സ്പോർട്ട് ഹൗസസ്. എക്സ്പോർട്ട് ഹൗസസ് പറഞ്ഞാൽ ഓൾറെഡി എക്സ്പോർട്ടിങ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന ആളുകൾക്ക്, എക്സ്പോർട്ടിങ് പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക്, കമ്പനിക്ക് ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന സ്റ്റാറ്റസാണ് എക്സ്പോർട്ട് ഹൗസസ് എന്ന് പറയുന്ന സ്റ്റാറ്റസ്. അവർക്ക് പദവി അവർക്ക് കൊടുക്കും. ആ പദവി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അല്ലേ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന സ്പെഷ്യൽ പ്രിവിലേജസ് ഒക്കെ അവർക്ക് കിട്ടും. അഡ്വാൻസ്ഡ് ലൈസൻസ്, അതുപോലെ ഓട്ടോമാറ്റിക് ലൈസൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ട് എക്സ്പോർട്ടിങ് ക്രെഡിറ്റ്, ഇങ്ങനെ ഒരുപാട് നമ്മളെ ഇന്ത്യയുടെ എക്സിം ബാങ്ക് ഉണ്ട്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഉണ്ട്. ആ ബാങ്കിൽ നിന്നൊക്കെ പ്രത്യേക ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഒരുപാട് ഫെസിലിറ്റീസ് അവർക്ക് കിട്ടും. അപ്പോൾ എക്സ്പോർട്ട് ഹൗസസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സ്പോർട്ടിങ് നടത്തുന്ന ഒരു ഫേമിന്, ഒരു കമ്പനിക്ക് ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ, നമ്പർ ഓഫ് ഇയർ കഴിയുമ്പോൾ ഗവൺമെൻറ് ഗ്രാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസാണ് എക്സ്പോർട്ട് ഹൗസ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പ്രത്യേകത താഴെ പറയുന്നുണ്ട്. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ പറയുന്നുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. എക്സ്പോർട്ട് ഓഫ് സർവീസ്, നമ്മൾ മറ്റേ ഒരു പിന്നെ IBOയിൽ പറഞ്ഞതുപോലെ എക്സ്പോർട്ട് ഓഫ് സർവീസ്, സർവീസിൻ്റെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട്, പ്രൊഡക്റ്റ് മാത്രമല്ല സർവീസിൻ്റെ, ഡോക്ടർമാരും ഡ്രൈവർമാരും പലരും വിദേശമായിട്ട് ജോലി ചെയ്യുന്നവരും വിദേശത്തെ കമ്പനികൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സർവീസിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെൻറ്, ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പോർട്ട് ഹൗസസ് പോലെ തന്നെ. എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം, EPCGS ലൈസൻസ്, ഇതൊരു പ്രത്യേക സ്കീമാണ്. ഈ സ്കീം അനുസരിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് വിദേശത്തു നിന്ന് ക്യാപിറ്റൽ ഗുഡ്സുകൾ ഒരു കൺസെഷൻ റേറ്റിൽ അവർക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു വലിയ ടെക്സ്റ്റൈൽസ് അവർക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കുന്ന ടീമാണ്, അവർക്ക് വലിയൊരു മെഷീനറി വേണം. അപ്പോൾ വിദേശത്തു നിന്ന് കൺസെഷൻ റേറ്റിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് വാങ്ങിയിട്ട് 5 വർഷത്തേക്ക് വിൽക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഡ്യൂട്ടി എക്സംഷൻ, അതായത് പല റോ മെറ്റീരിയൽ പോലത്തെ പല കോമ്പണൻറ്റുകൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്. അത് വിദേശത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടുകൾക്ക് ഡ്യൂട്ടി എക്സംപ്റ്റ് ചെയ്യുന്നു. അത് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് ഇതൊക്കെ നൽകുന്നത്. അതുപോലെ എക്സ്പോർട്ട് ഫിനാൻസ് നൽകും. എക്സ്പോർട്ട് ഫിനാൻസ്, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രെഡിറ്റുകളും ലോണുകളും ഈസി ടേംസ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഫിനാൻസ് കൊടുക്കുന്നു. അതിന് പലതരത്തിൽ, ഷിപ്മെൻറ്റിന് മുമ്പും ഷിപ്മെൻറ്റിന് ശേഷമായിട്ടും. പിന്നെ അതിനൊക്കെ എക്സിം ബാങ്ക് തന്നെ ഉണ്ട് ഇന്ത്യക്ക്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ഡ്യൂട്ടി ഡ്രോബാക്ക്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വിദേശത്ത് നിന്ന് അവരെ റോ മെറ്റീരിയലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർ കൊടുത്ത ഡ്യൂട്ടികൾ, ടാക്സുകൾ, അത് തിരിച്ച് ബാക്കോട്ട് തന്നെ കൊടുക്കുന്നു, തിരിച്ചു നൽകുന്നു. ടാക്സ് റിലീഫ്, നമ്മുടെ രാജ്യത്തുള്ള മറ്റ് ട്രാൻസാക്ഷൻ പോലെയല്ല, അവർക്ക് ഒരുപാട് ടാക്സ് റിലീഫ് ഉണ്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ. സെയിൽസ് ടാക്സോ എക്സൈസ് ഡ്യൂട്ടിയോ ഇൻകം ടാക്സോ ഒന്നും എക്സ്പോർട്ടേഴ്സിന് ഇതൊന്നും ബാധകമല്ല. ഇതൊക്കെ ഗവൺമെൻറ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്, വിദേശ മാർക്കറ്റ് മറ്റേ റിസർച്ച് എടുത്താനും എക്സ്പോർട്ട് ക്വാളിറ്റി, പിന്നെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ് സർവീസസ്, ഇങ്ങനെ തുടങ്ങിയിട്ട് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്. വിദേശത്ത് മാർക്കറ്റ്, ഇപ്പോൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ ആ മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അവിടെ നമുക്ക് വെയർ ഹൗസ് വേണം, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണം, അതിനെ പറ്റിയിട്ട് ഇപ്പോൾ
നല്ല റിസർച്ച് നടക്കണം. ഇങ്ങനെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എത്രത്തോളം നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് എടുക്കാനുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഗവൺമെൻറ് ചെയ്തു തരുന്നുണ്ട് നമുക്ക്. അതുപോലെ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇലക്ട്രോണിക്കലി ഡാറ്റ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്പോർട്ടൊക്കെ വളരെ പ്രയാസമാണ്. നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ വിമാനം കയറി അവർ കൊണ്ട് എത്തിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ആണ് സെൻഡ് ചെയ്താൽ സാധനം അവിടെ എത്തും, ക്യാഷ് ഇങ്ങോട്ടെത്തും. ഫുൾ ഇലക്ട്രോണിക്കലി ഡാറ്റ ഇൻ്റർചേഞ്ച് അല്ലേ. ഇതൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് കൂടി തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് സെല്ല്, ഗവൺമെൻറ് ഒരു സെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഈ എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഓരോ റീജിയനിലും ഓരോ സ്റ്റേറ്റിലും ഓരോ സംസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു സെല്ലുണ്ട്, ഒരു ഏജൻസി ഉണ്ട്. ഇതുപോലെ തന്നെ എക്സ്പോർട്ടിൻ്റെ ആ ഒരു ഏരിയയിലെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്ററൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഏജൻസീസ് ആർ റെഗുലേറ്റഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്. അവരാണ് ഇതിൻ്റെ കാര്യം നോക്കുന്നത്. അവരുടെ റോള് എന്തൊക്കെയാണ്, അവരുടെ ഫങ്ഷൻ എന്തൊക്കെയാണെന്നൊക്കെ ഇവിടെ ജസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇൻഫർമേഷൻ കൊടുക്കുക, ലൈസൻസിങ് കൊടുക്കുക, പോളിസി മേക്കിംഗ് അസിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ സെല്ലിനെ പറ്റി പഠിക്കുക. ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സെല്ല്. പിന്നെ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞ കുറേ സോണുകൾ, എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് വെച്ചിട്ടുള്ള ഈ 2-3-4 സോണുകളുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത് പിന്നെ സിമ്പിളായ സംഗതിയാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അതേപോലെ ലാസ്റ്റത്തെ ഈ ഒരു സെല്ലിനെ പറ്റിയിട്ടും പഠിക്കുക.